ഇപ്പോൾ നിയമസഭാ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നിയമസഭാ ചട്ടം 266 വളരെ കൃത്യമായി പറയുന്നുണ്ട്. ചോദ്യം സംബന്ധിച്ച് നോട്ടീസ് സഭയിൽ ചോദ്യത്തിന് മറുപടി നൽകുന്ന ദിവസം വരെ യാതൊരു പ്രചാരണവും നൽകാൻ പാടില്ല. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ടത് പ്രിന്റ് വിഷ്വൽ മീഡിയയിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം നൽകിയെന്നുള്ളത് സഭകളുടെ ഉള്ള ചട്ടത്തിന്റെ അവകാശ ലംഘനമാണ്. ഈ ക്വസ്റ്റ്യൻ ഡിനൈ ചെയ്തത് ഇതിനകത്ത് യാതൊരു അസ്വാഭാവികതയുമില്ല. ഈ ചോദ്യങ്ങൾ അൺസ്റ്റാർഡായി ഫ്ലോറിൽ വന്നിട്ടുണ്ട്. അതിന് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ മറുപടി നൽകുകയും ചെയ്യും. ഓർഡർ ചോദ്യം നമ്പർ 1 ശ്രീ കെ ബാബു ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ ടി സിദ്ദിഖ്. ഇതൊരു ഡിബേറ്റ് അല്ല. ചെയർ ഇവിടെ ക്ലാരിഫൈ ചെയ്തു. ഇതൊരു ഡിബേറ്റ് അല്ല. ബഹുമാനപ്പെട്ട LOP ഒന്ന് ചെയറുമായി സഹകരിക്കണം പ്ലീസ്. യെസ്. സർ, ഇതിൽ പറഞ്ഞിരിക്കുന്നത് സഭയിൽ ഉന്നയിക്കാനുള്ള പൊതുപ്രാധാന്യം ഇല്ല, തദ്ദേശീയ പ്രാധാന്യം മാത്രമുള്ള ചോദ്യമാണ്. സഭാതലത്തിൽ വിശദമാക്കേണ്ട പ്രാധാന്യം ഇല്ല. സർ, കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP RSSന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി. ചോദ്യം നമ്പർ 1 ശ്രീ കെ ബാബു ചുമതലപ്പെടുത്തിയ പ്രകാരം ടി സിദ്ദിഖ് നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ സണ്ണി ജോസഫ് ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ സജീവ് ജോസഫ് നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ എൽദോസ് പി കുന്നപ്പള്ളിൽ നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 2 ശ്രീ മുരളി പെരുന്നല്ലി ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ KV സുമേഷ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, സർ, നമ്മുടെ നാടിനെ അടുത്തറിയുന്ന ലോകമെമ്പാടുമുള്ളവർ നൽകുന്ന സംഭാവനയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ പ്രധാന സ്രോതസ്. അതോടൊപ്പം ഓരോ സംസ്ഥാന ബജറ്റിലും നിശ്ചിത വീതം ഇതിലേക്ക് വകയിരുത്തുന്നു. 2016-17 മുതൽ 2024-25 വരെ 1950 കോടി രൂപയാണ് ഇപ്രകാരം നീക്കിവെച്ചത്. ഓഖിയുടെയും പ്രളയത്തിന്റെയും കോവിഡ് മഹാമാരിയുടെയും അവസരങ്ങളിലും ഇപ്പോൾ ചൂരൽമല, മുണ്ടക്കൈ എന്നിവിടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ അവസരത്തിലും ഈ നിധിയിലേക്ക് ജനങ്ങൾ നൽകിയ സംഭാവന വളരെ വലുതാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 16/11/2016 പുറപ്പെടുവിച്ച GOMS 586/16/REB ഉത്തരവ് പ്രകാരം ചികിത്സാ സഹായത്തിനും അപകടമരണത്തിനിരയാകുന്നവരുടെ ആശ്രിതർക്കുള്ള ധനസഹായത്തിനുമായുള്ള അപേക്ഷ സ്വീകരിക്കുന്നു മുതൽ ഗുണഭോക്താവിന് ധനസഹായം ബാങ്ക് അക്കൌണ്ടിലേക്ക് നേരിട്ട് ലഭിക്കുന്നതുവരെയുള്ള എല്ലാ നടപടികളും ഓൺലൈൻ മുഖാന്തരമാക്കിയിട്ടുണ്ട്. ഇതുവഴി സഹായധനം ലഭിക്കുന്നതിനുള്ള കാലതാമസം വൻതോതിൽ ഒഴിവാക്കാനായി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള അപേക്ഷ cmo.kerala.gov.in എന്ന പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാം. ഇതിനു പുറമെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന എല്ലാ അക്ഷയ സെന്ററുകൾ മുഖേനയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിനായി എല്ലാ അക്ഷയ സെന്ററുകൾക്കും ലോഗിൻ ID നൽകിയിട്ടുണ്ട്. മാത്രമല്ല, സംസ്ഥാനത്തെ എല്ലാ MLA-മാർക്കും സംസ്ഥാനത്തു നിന്നുള്ള എല്ലാ MP-മാർക്കും നൽകിയിട്ടുള്ള ലോഗിൻ IDയിലൂടെയും അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിയും. ഇതിനു പുറമെ തപാലിലൂടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിക്കുന്ന അപേക്ഷകൾ ഓൺലൈനായി മാറ്റുന്നതിനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപേക്ഷ രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ അക്കാര്യം ഉടനടി SMS ആയി അപേക്ഷയിൽ രേഖപ്പെടുത്തിയ മൊബൈൽ നമ്പറിലേക്ക് ലഭിക്കും. തുടർന്ന് അപേക്ഷ ഒരു ഓഫീസിൽ നിന്നും മറ്റൊരു ഓഫീസിലേക്ക് ഓൺലൈനായി അയക്കുമ്പോൾ അക്കാര്യവും SMS ആയി അറിയിക്കുന്നു. തുക അനുവദിക്കുന്ന മുറയ്ക്ക്
നിയമസഭയിൽ വലിയ പ്രതിപക്ഷ പ്രതിഷേധമാണ് നടക്കുന്നത്. ചോദ്യോത്തരവേളയുമായി സഹകരിക്കില്ല എന്ന് പ്രതിപക്ഷം പറയുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നതാണ് കാണുന്നത്. 41 നക്ഷത്രചിഹ്നം ചോദ്യങ്ങൾ ഒഴിവാക്കി, നക്ഷത്രചിഹ്നമില്ലാത്ത ചോദ്യങ്ങളാക്കി. ഇത് കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. പ്രാധാന്യമുള്ള ചോദ്യങ്ങൾ നിയമസഭാ സെക്രട്ടേറിയറ്റ് ഒഴിവാക്കിയത് ദൌർഭാഗ്യകരമാണ്, അംഗീകരിക്കാനാവില്ല. പ്രതിപക്ഷ അവകാശം ഹനിച്ചാൽ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല എന്ന നിലപാടിലേക്ക് പ്രതിപക്ഷം കടക്കുന്നു. വലിയ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കാണ് നിയമസഭ സാക്ഷ്യം വഹിക്കുന്നത്. നമ്മളിത് പ്രതീക്ഷിച്ചതാണ്. വി അരുൺ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ഇന്ന് ഇത് പ്രതീക്ഷിച്ചതാണ്. നിയമസഭ സാധാരണ രീതിയിൽ മുന്നോട്ട് പോകില്ല. വലിയ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്ക് സഭ ഇന്ന് സാക്ഷ്യം വഹിക്കുമെന്ന് നമ്മൾ നേരത്തെ മുൻകൂട്ടി പ്രതീക്ഷിച്ചു. അത് തന്നെ സംഭവിക്കുന്നു തുടക്കം മുതലേ, അല്ലേ? ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധമാണ് സഭ ചോദ്യോത്തരവേള മുതൽ ഉണ്ടാകുന്നത്. ചോദ്യോത്തരവേള തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ എഴുന്നേറ്റു. നേരത്തെ പ്രതിപക്ഷം സ്പീക്കർക്ക് നോട്ടീസ് നൽകിയിരുന്നത് പോലെ ഈ 41 നക്ഷത്രചിഹ്നമിട്ട ചോദ്യങ്ങൾ ഒഴിവാക്കി അത് നക്ഷത്രചിഹ്നമിടാത്ത ചോദ്യങ്ങളായി മാറ്റുകയായിരുന്നു. നക്ഷത്രചിഹ്നമിട്ട ചോദ്യങ്ങളാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭാ തലത്തിൽ മറുപടി പറയേണ്ടി വന്നേനെ. അത് ഒഴിവാക്കാനാണ് അത്തരമൊരു നീക്കം നടത്തിയതാണ് പ്രതിപക്ഷ ആരോപണം. പ്രതിപക്ഷ നേതാവ് വിഷയം ഉന്നയിച്ചു. ഇത് നിയമസഭാ സെക്രട്ടേറിയറ്റ് മനഃപൂർവ്വം ചെയ്തതാണ്, പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളെ ഹനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ചോദ്യോത്തരവേളയുമായി സഹകരിക്കാൻ കഴിയില്ല എന്നാണ് പ്രതിപക്ഷ നിലപാട്. തുടർന്ന് സ്പീക്കർ വിശദീകരിച്ചത് ഒരു വിധത്തിലും പ്രതിപക്ഷ അവകാശങ്ങളെ ഹനിച്ചിട്ടില്ല, തദ്ദേശ സ്വഭാവമുള്ള ചോദ്യങ്ങളായതുകൊണ്ട് മാത്രമാണ് അവ ഒഴിവാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവിന് സ്പീക്കർ മറുപടി പറഞ്ഞു. എന്നാൽ അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദ്യം ചെയ്തു. സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP RSS അഖിലേന്ത്യാ നേതാവിനെ കണ്ടത് എങ്ങനെയാണ് തദ്ദേശ പ്രാധാന്യം മാത്രമുള്ള വിഷയമായി മാറുന്നത്, അതായത് ലോക്കൽ ഇൻട്രസ്റ്റ് എന്ന ഉദ്ദേശിച്ചാണ് സ്പീക്കർ പറഞ്ഞത്, എങ്ങനെയാണത് മാറുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. തുടർന്ന് പ്രതിഷേധവുമായി പ്രതിപക്ഷം നടുത്തരത്തിൽ ഇറങ്ങി. ഇപ്പോൾ സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളിക്കുകയാണ്. ബാബു പ്രതിപക്ഷ MLA ബാബുവിന്റെ ചോദ്യമാണ് ആദ്യം മുഖ്യമന്ത്രി മറുപടി പറയേണ്ടിയിരുന്നത്. അദ്ദേഹം ചോദ്യം ചോദിച്ചില്ല, മറ്റു ചോദ്യങ്ങളിലേക്ക് കടക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ സഭയിൽ മറുപടി പറയുമ്പോഴും പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യവുമായി പ്രതിഷേധിക്കുകയാണ്. ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം ചോദ്യോത്തരവേള മുതൽ ഉണ്ടാകുന്നു. ശൂന്യവേളയിലും അതിശക്തമായ പ്രതിഷേധം ഉണ്ടാകാൻ തന്നെയാണ്. ഇപ്പോൾ സഭാ നടപടികൾ തടസ്സപ്പെടാതെ മുന്നോട്ട് പോയാൽ, പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിലും ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് സർക്കാർ മുന്നോട്ട് പോയാലും ശൂന്യവേളയുടെ തുടക്കത്തിൽ പ്രതിപക്ഷം ഇന്ന് നോട്ടീസ് നൽകി ഉപക്ഷേപം നൽകിയിരിക്കുന്നത് മലപ്പുറം പരാമർശമാണ്. മുഖ്യമന്ത്രിയുടെ എന്ന പേരിൽ ഹിന്ദു ദിനപത്രത്തിൽ വന്ന മലപ്പുറം വിവാദ പരാമർശമാണ്. ആ വിഷയം പ്രതിപക്ഷം ഇന്ന് സണ്ണി ജോസഫാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ സ്വർണ്ണക്കടത്തിലൂടെയും ഹവാല ഇടപാടുകളിലൂടെയും എത്തുന്ന പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതായി ദേശീയ മാധ്യമങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് സംസ്ഥാനത്തിന് അപമാനകരമായ സാഹചര്യം സൃഷ്ടിക്കുന്നത് സംബന്ധിച്ച് സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ഉപക്ഷേപത്തിലെ പ്രധാന ആരോപണം. മലപ്പുറം ജില്ലയിൽ സ്വർണ്ണക്കടത്തിലൂടെയും ഹവാല ഇടപാടുകളിലൂടെയും പണം എത്തുന്നതും അത് ദേശവിരുദ്ധവും പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നതായും ദേശീയ മാധ്യമങ്ങൾ നിരന്തരം വാർത്ത നൽകുന്നു. ദൗർഭാഗ്യകരമായ സാഹചര്യമാണ്. മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്തിലും ഹവാല ഇടപാടുകളിലും കർശന നടപടി സ്വീകരിച്ചതിനാൽ മുഖ്യമന്ത്രി ചില മാഫിയകൾ ലക്ഷ്യമിടുന്ന തരത്തിലുള്ള ഒരു വാർത്താക്കുറിപ്പ് ഡൽഹിയിൽ പ്രചരിച്ചിരുന്നു. ഒരു ഏജൻസി ഇത് മാധ്യമങ്ങൾക്ക് നൽകിയിരുന്നു. സെപ്റ്റംബർ 21 മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ മലപ്പുറം ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് നടക്കുന്ന രീതിയിൽ പരാമർശം നടത്തിയിരുന്നു. 24 സെപ്റ്റംബർ 30 ദേശീയ പത്ര ഹിന്ദു എന്ന അഭിമുഖമുണ്ട്. ഇത്തരം പരാമർശം നടത്തിയിരുന്ന മുഖ്യമന്ത്രി നിഷേധക്കുറിപ്പ് നൽകി. എന്നാൽ എങ്ങനെയാണ് ഹിന്ദു ദിനപത്രം കാര്യം വിശദീകരിക്കുമ്പോൾ ഒരു PR ഏജൻസിയാണ് ഇതിന് തങ്ങളെ സമീപിച്ചതെന്ന് ഹിന്ദു ദിനപത്രം വിശദീകരിച്ചു. മലപ്പുറത്തെ കുറിച്ചുള്ള പരാമർശങ്ങൾ അതുപോലെ ഉൾപ്പെടുത്തിയതെന്ന് ഹിന്ദു വിശദീകരിച്ചു. എന്നാൽ മലപ്പുറം ജില്ലയിലെ മുഴുവൻ ജനങ്ങളെയും അവഹേളിക്കുന്ന രീതിയിൽ കലാപാഹാര സമാനമായ വാചകങ്ങൾ മുഖ്യമന്ത്രി ഒരു ദേശീയ ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ കൂട്ടിച്ചേർക്കാൻ രേഖാമൂല നിർദ്ദേശം നൽകിയ PR ഏജൻസിക്കെതിരെ സർക്കാർ യാതൊരു നിയമ നടപടിയും സ്വീകരിക്കാത്തത് സംസ്ഥാന ജനങ്ങളിൽ കടുത്ത ആശങ്ക ഉളവാക്കിയിട്ടുണ്ട്. അതിനാൽ ഈ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അതായത് ഒരു നോട്ടീസിൽ തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഒന്ന് മലപ്പുറം ജില്ലയ്ക്കെതിരായി വന്ന പരാമർശം, മുഖ്യമന്ത്രിയുടെ എന്ന പേരിൽ വന്ന പരാമർശം, മറ്റൊന്ന് PR ഏജൻസിയെ ഉപയോഗിച്ച് PR ഏജൻസി സംസ്ഥാനത്തെ കലാപാഹാരം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള വിവരം ഒരു പത്രത്തിൽ നൽകുമ്പോൾ അതിനെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല. ഈ രണ്ട് വിഷയങ്ങളിലും പ്രതിപക്ഷം ഇന്ന് ഈ നോട്ടീസിൽ ഉന്നയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ സഭാ നടപടികൾ അതുവരെ പോകുമെങ്കിൽ ഈ വിഷയത്തിലും സഭ പ്രക്ഷുബ്ധമാകും. ഏതാനും ഇപ്പോൾ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിലും സഭയിൽ മുഖ്യമന്ത്രി ചോദ്യോത്തരവേളയിൽ മറുപടി പറയുകയാണ്. തീർച്ചയായും അരുൺ ദയവായി തുടരുക. നിയമസഭയിൽ ഇപ്പോഴും പ്രതിപക്ഷ ബഹളം തുടർന്നു. അതിനിടയിലും മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. വിവരങ്ങൾ എല്ലാ കാലത്തും മറുപടിയായി നൽകാറുണ്ട്. അത് സ്റ്റാർഡ് ക്വസ്റ്റ്യനോ അൺസ്റ്റാർഡ് ക്വസ്റ്റ്യനോ എന്ന പ്രശ്നമില്ല.
എല്ലാ ചോദ്യങ്ങൾക്കും വിശദമായി മറുപടി നൽകുന്ന രീതിയാണ് ഗവൺമെന്റ് സ്വീകരിക്കാറുള്ളത്. ചില ചോദ്യങ്ങൾക്ക് അപ്പോൾ മറുപടി നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് വിവരങ്ങൾ ശേഖരിച്ച് നൽകാറുമുണ്ട്. കഴിയാവുന്നത്ര അതത് ഘട്ടത്തിൽ തന്നെ, അതത് സമയം തന്നെ, അതത് ദിവസം തന്നെ മറുപടി നൽകാനാണ് ഗവൺമെന്റ് എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്. സർ, സർക്കാരിന് ഇത്തരം കാര്യങ്ങളിൽ ഒന്നും മറച്ചുവെക്കാനില്ല. ഇവിടെ ബോധപൂർവം സർക്കാരിനെ കൂടി ആക്ഷേപിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പ്രശ്നം ഉന്നയിച്ചതെന്നാണ് കാണുന്നത്. ഇത് സ്പീക്കറുടെ ഡിസ്കഷനിൽ പവറിൽപ്പെട്ടതാണ്. സ്പീക്കറിനെതിരെ ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് ആരോഗ്യകരമായ ഒരു പ്രവർത്തനത്തിൽ പെട്ടതല്ല എന്നത് പ്രതിപക്ഷം മനസ്സിലാക്കുമെന്നാണ് കരുതുന്നത്. ഗവൺമെന്റിനെ ആക്ഷേപിക്കാൻ ഇത്തരത്തിൽ സ്പീക്കറെയും കൂടി ഉപയോഗിച്ചുകൊണ്ട് പുറപ്പെടുന്നത് ഒരു നല്ല കീഴ്വഴക്കമല്ല എന്നത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. സർ, ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ചോദിച്ച ചോദ്യത്തിന് പറയാനുള്ളത്, തെറ്റായ നടപടികൾ വലിയ തോതിലാണ് ഈ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത്. അതിലേറ്റവും ഗൌരവതരമായ കാര്യം വയനാടിന്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് തീർത്തും തെറ്റായ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. എല്ലാം ലക്ഷ്യമിട്ടത് ദുരിതാശ്വാസ നിധിയെ തകർക്കുക എന്ന രീതിയായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു അവസ്ഥയല്ല ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് വിവിധ വിഭാഗം ആളുകൾ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ സന്നദ്ധരായിട്ടുണ്ട്. അതിന് നല്ല പ്രതികരണവും ഉണ്ടായിട്ടുണ്ട്. ഇതേവരെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക 550,50,36,051 രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചതായി കാണാൻ കഴിയും. 5/10/2024 വരെയാണിത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ശ്രീ കെ വി സുമേഷ്. സർ, വിജിലൻസിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സുഗമവും സുതാര്യവുമാക്കുന്നതിന് പ്രത്യേകമായ പദ്ധതികൾ ആലോചിക്കുന്നുണ്ടോ എന്നതാണ് സാർ എന്റെ ചോദ്യം. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ കരുതൽ നമ്മളെല്ലാവരും സ്വീകരിക്കേണ്ടതുണ്ട്. അതിന്റെ ഒരു ഭാഗം മാത്രമാണ് നിയമപരമായ നടപടികൾ. എന്നാൽ പൊതുസമൂഹം, ഉത്തരവാദപ്പെട്ട സംഘടനകളും പ്രസ്ഥാനങ്ങളും എല്ലാം ഇതിന്റെ ഗൌരവം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിന് സഹായകരമായ, ഇതിനെ പ്രോത്സാഹിപ്പിക്കത്തക്ക, ദുരിതാശ്വാസ നിധിയെപ്പോലുള്ളതിനെ പ്രോത്സാഹിപ്പിക്കത്തക്ക സമീപനമാണ് സ്വീകരിച്ചു പോകേണ്ടത്. ശ്രീ എം എം മണി. സാർ, മുൻ UDF സർക്കാരിന്റെ കാലത്ത് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഫണ്ട് അനുവദിക്കുന്നതിന് ലഭിച്ച അപേക്ഷകളിൽ ധനസഹായം അനുവദിക്കുന്നതിന് ഉത്തരവായതിനു ശേഷം അനുവദിക്കാത്ത അപേക്ഷകൾ ഉണ്ടായിരുന്നോ? അതിൽ പിന്നീട് ധനസഹായം അനുവദിച്ചിട്ടുണ്ടോ? വിശദാംശം നൽകാമോ?